ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെമ്പിൾ ഇൻ ഇംഗ്ലീഷ് മലർ. സോ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ഉണ്ടായെന്ന് വിചാരിക്കുകയാണ്. സോ ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സോ ഇന്നൊരു ദിവസം ഞാൻ ഈ ചാനലിലേക്ക് വന്നിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൃപാസനത്തെക്കുറിച്ച് തന്നെയാണ് ഈ പ്രാവശ്യം സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു മരീൻ ഷ്രൈൻ ആണല്ലോ നമ്മുടെ കൃപാസനം. ഒത്തിരി ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവർ വന്നു പോകുന്നൊരു പ്ലേസ് ആണ്, ലൈക്ക് ഒത്തിരി അറിയപ്പെടുന്ന ഒരു പ്ലേസ് ആണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ പ്ലേസ് ഒത്തിരി അറിയപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ആളുകൾ ഒത്തിരി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ് ആണ്. ജാതി മത ഭേദമന്യേ അല്ലേ, ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അല്ലേ. ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും കയ്യിൽ നിന്ന് വാങ്ങി തിരിച്ചു പോകുന്ന ഒരു പ്ലേസ് ആണ് കൃപാസനം. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു 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 മരിയൻ ഷ്രൈൻ അല്ലെങ്കിൽ പിൽഗ്രിം സെൻ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒത്തിരി നെഗറ്റീവ്സും അതുപോലെ തന്നെ ഒരു ബാഡ് കമൻസും ഒക്കെ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും അല്ലേ. സോ റീസെൻ്റായിട്ട് കുറച്ചൊരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ഞാൻ അതിനു മുമ്പും കേട്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് കൃപാസനത്തെക്കുറിച്ച് ബാഡായ രീതിയിൽ സംസാരിക്കുന്നത്, ഈവൻ പുരോഹിതർ പോലും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പേഴ്സണലായിട്ട്. അപ്പം ആ ഒരു വലിയ ഈശോയുടെ മാതാവിൻ്റെ വലിയൊരു ഇടമായ കൃപാസനത്തെക്കുറിച്ചുള്ള നെഗറ്റീവ്സുകൾ കാണാനിടയായി. ഇതിലൊക്കെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു. അതിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കുന്നു. നമ്മുടെ കൃപാസനം എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ ഒരു മരിയൻ ഷ്രൈൻ ഏരിയ നമുക്കറിയാം, അനുഗ്രഹങ്ങളുടെ വലിയൊരു പ്ലേസ് ആണെന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. സോ നമ്മൾ വിശ്വാസമായി പോകുന്നവർക്ക് അല്ലെങ്കിൽ അത് വിശ്വസിച്ച് പോകുന്നവർക്ക് ഓഫ് കോഴ്സ് ഈശോയും മാതാവും അനുഗ്രഹം കനിഞ്ഞ് നൽകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ എന്ന വ്യക്തി ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്നെ പോലെ അനേകായിരം വ്യക്തികളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈശോയുടെയും മാതാവിൻ്റെ അനുഗ്രഹം കണ്ടറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തൊട്ടറിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പാകത്തിന് സാക്ഷ്യമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ. സോ ഇത്തരത്തിലുള്ള ഈ ഒരു വലിയ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ കൃപാസനത്തെക്കുറിച്ചുള്ള ബാഡായിട്ടുള്ള ചിന്തകൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒത്തിരി വിഷമം ഉണ്ടാക്കും. കാരണം നമ്മൾ കടന്നു വന്ന ഒരു വഴി ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്നൊരു ജീവിതം ഉണ്ടാവാം, നമ്മൾ അലഞ്ഞ ഒരു ജീവിതം ഉണ്ടാവാം. അങ്ങനെ പല രീതിയിലും നമ്മൾക്ക് ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ഏരിയകളിലും നമുക്ക് നെഗറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കുറേ വിഷയങ്ങൾക്ക് വലിയൊരു ആൻസർ നൽകിയ ഒരു ഇടമാണ് നമ്മുടെ കൃപാസനം പോലുള്ള വലിയൊരു സ്ഥലം. അങ്ങനെയുള്ളൊരു കൃപാസനത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ചുമ്മാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും പ്രതികരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ സാക്ഷികളല്ല, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ ആണെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. വൈ? ബിക്കോസ് ലൈക്ക് വി ഷുഡ് റിയാക്ട് എന്ന് പറയാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. സോ ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോസഫ് അച്ഛനെ കളിയാക്കുന്ന ഒരു ഒത്തിരി പേരുണ്ട് അല്ലേ. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ ഇത് പറ്റിപ്പീസാണ്, അല്ലെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള വലിയൊരു ഇടമാണ് എന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നവർ സഭയിൽ നിന്നും കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ സഭയിലും അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പറയുന്നതായിട്ട് നമ്മൾ പല രീതിയിലും കേട്ടിട്ടുണ്ടല്ലേ. ഈവൻ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. പുരോഹിതർ തന്നെ ഞങ്ങളുടെ റോമൻ കാത്തലിക്കിൻ്റെ ഇടയിൽ തന്നെ ആളുകൾ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. സോ ലൈക്ക് നമ്മൾ ഈ ഒരു കൃപാസനം പോലുള്ളൊരു സ്ഥലം നമ്മുടെ എല്ലാവരെയും ഒഴിവാക്കുന്നത് നമ്മുടെ ഈശോനെ മാതാവിനെ മാത്രം എടുത്താൽ മതി നമുക്ക് ആ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയാനും അല്ലേ, അവിടെ കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മളൊരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കൃപാസനത്തെക്കുറിച്ച് പലരും യൂട്യൂബ് ചാനലുകളിൽ തുറന്നു വെച്ച് സംസാരിക്കുന്നതുമൊക്കെ. നമ്മൾക്ക് ഓഫ് കോഴ്സ് പല രീതിയിലുള്ള വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ. നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നവരും മാതാവിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ടല്ലേ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നോക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ വന്നിച്ചില്ലയിൽ നമ്മൾ നിന്ദിക്കാൻ പോരുന്നതാണ് ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു അഭിപ്രായം പറയാനുള്ളത്. നമുക്ക് പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് നിന്ദിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ഒരു ദൈവത്തിൽ അല്ലെങ്കിൽ വേറൊരു ദൈവത്തിൽ പലരും വിശ്വസിക്കും. ഹിന്ദുക്കളുണ്ട്, ഹിന്ദു മതക്കാരെ ഹിന്ദുക്കളായ രീതിയിൽ ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട്, ക്രിസ്ത്യൻസ് അങ്ങനെ, മുസ്ലിംസ് അങ്ങനെ അല്ലേ. ഞാൻ ഇപ്പോൾ അങ്ങനെ ഒരു മറ്റുള്ള ഒരു മതത്തെ തള്ളിപ്പറയുന്ന രീതിയിലുള്ള പോസ്റ്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. എല്ലാ മതങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പലരും അതെനിക്ക് തോന്നുന്നു ഈ ഹിന്ദുക്കളോ അല്ലെന്നുണ്ടെങ്കിൽ മുസ്ലിംസോ അല്ല നമ്മുടെ സമുദായത്തെക്കുറിച്ച്
അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു കൃപാസനം പോലുള്ള വലിയൊരു അനുഗ്രഹ സമ്പന്നമായ ഒരു വലിയ പ്ലേസിനെ കുറിച്ച് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ക്രിസ്ത്യൻസിന് ഉള്ളവർ തന്നെയാണ് ഇത് പറഞ്ഞു കേൾക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. ഹിന്ദുക്കൾക്ക് കുറച്ചും കൂടെ, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും കുറച്ചും കൂടെ തിരിച്ചറിവുണ്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ക്രിസ്ത്യൻസാണ് ഇതിലേക്ക് വന്ന് കുറേ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നതായിട്ട് ഞാൻ പല വീഡിയോകളിലും കണ്ടത്, അതുപോലെ തന്നെ പല വീഡിയോകളിലും കേട്ടത്, അല്ലെ ആളുകൾ പറഞ്ഞറിഞ്ഞതുമൊക്കെ അങ്ങനെയുള്ള വ്യക്തികളാണ്. സോ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ സമുദായത്തെക്കുറിച്ചും തന്നെ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒക്കെ, അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടു പോകുന്ന ആളുകളെക്കുറിച്ചൊക്കെ നെഗറ്റീവ് പറയുന്നവർ നമ്മളുടെ ഇടയിൽ തന്നെയുള്ള പിശാചുക്കളാണെന്ന് തന്നെ പറയാം. ലൈക്ക് അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ഒരു സമൂഹത്തെ ഇഷ്ടമല്ലെങ്കിൽ അതിനെ തരം താഴ്ത്തി കാണിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അപകടമാണെന്ന് എനിക്ക് തോന്നുന്നു. സാമ്പത്തികമായി നമ്മൾ പിന്നെ മതപരമായിട്ട് നോക്കുമ്പോൾ ഇപ്പം നമുക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുക. നെഗറ്റീവ് ഓഫ് കോഴ്സ് നെഗറ്റീവ് നമുക്ക് എല്ലാത്തിനും പറയാം, പക്ഷേ അതിനൊരു രീതിയുണ്ട് പറയുന്നതിനും, അതുപോലെ തന്നെ മറ്റുള്ളവരെ കളിയാക്കുന്നതിനൊക്കെ ഒരു രീതിയുണ്ട് അല്ലേ. നമ്മൾക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കാണും. അത് പോസിറ്റീവായിട്ടും കാണും, നെഗറ്റീവായിട്ടും കാണും. വിച്ച് ഈസ് ഓക്കെ ടു എക്സ്പ്രസ് യുവർ കമൻറ്റ്സ് ഓർ ഒപ്പീനിയൻസ്. ബട്ട് അതിനൊരു വേ ഉണ്ടല്ലേ, അതാണ് ഏറ്റവും വലിയൊരു ഇത്. ഇപ്പോൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള വലിയൊരു കൃപാസനം പോലുള്ള ഒരു പ്രസ്ഥാനത്തെ ഒരു വലിയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവികമായ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, അത് എത്രമാത്രം മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളത് നമ്മൾ ചിന്തിക്കാനുണ്ട്. കൃപാസനം പോലുള്ള വലിയൊരു പ്ലേസ് അനേകായിരം ആളുകൾക്ക് ജീവിതത്തിലുടനീളം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകി, അതുപോലെ തന്നെ ജീവിതത്തിലുടനീളം ഒത്തിരി തിരിച്ചറിവുകൾ നൽകിയ ഒരു പ്ലേസ് ആയിരിക്കാം എന്നല്ല, ആണല്ലേ. ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല സാക്ഷ്യങ്ങൾ, അവിടെ ചെന്നിട്ട് ഉണ്ടായ അനുഭവങ്ങൾ, ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ ഒക്കെ ഒത്തിരി കൃപാസനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം പറയുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ലാത്തവരോ, അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കിയിട്ട് ആളുകൾ പറയുന്നതിനനുസരിച്ച് പറയുന്നവരോ ആയിരിക്കാം ഒരു പക്ഷേ. അതുപോലെ തന്നെ ഒരു സ്ഥലം നമ്മൾ ഫേമസ് ആയിട്ട് വരുമ്പോൾ, അല്ലെ ഒരു സ്ഥലം അതിൻ്റെ ഒരു പ്രശസ്തിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പോപ്പുലാരിറ്റിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ മാനസിക സംഘർഷങ്ങൾ, അല്ലെങ്കിൽ മാനസികമായിട്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ കാണുന്ന ഈ വീഡിയോകളിലൂടെ ഒക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഈ അച്ഛന്മാർ തന്നെ പറഞ്ഞത് പൈസ ഉണ്ടാക്കാനുള്ള വലിയൊരു കളിപ്പീരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ടല്ലേ. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വരും. നമ്മൾ ഈ ഒരു കൃപാസനം പോലുള്ളൊരു ഇത് ബേസ് ചെയ്യുന്ന തന്നെ പരിശുദ്ധ അമ്മയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഈശോയുടെയും ഒരു പ്ലേസാണ് അത് പ്രാതിനിധ്യം ചെയ്യുന്നത്. അതിനെ വരെ ക്രിസ്ത്യൻസിനുള്ളിലുള്ളവർ തന്നെ മാറ്റി പറയുന്ന രീതി, അതും വലിയ സ്ഥാനങ്ങളിലിരിക്കുന്നവർ. സോ വിച്ച് ഇസ് റിയലി ബാഡ്. ഐ ബിലീവ് നമുക്ക് നമ്മൾ ഫോളോ ചെയ്തു വന്ന ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തു വന്ന ഒരു മത സിസ്റ്റമുണ്ട് നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻസിൽ ബൈബിൾ അധിഷ്ഠിതമായിട്ടൊരു ജീവിതമാണ് നമ്മൾ നയിച്ചു പോരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യതിചലിച്ച് നെഗറ്റീവ് ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ മറ്റുള്ളവർക്ക് വിഷം കുത്തിവെക്കുകയാണ് ചെയ്യണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇതുപോലുള്ളൊരു ഇത്രയും നല്ലൊരു വിശ്വാസികൾ പോകുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യമായിട്ട് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തന്നെ വളരെ പാപമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഈ പറയുന്ന ഓരോരുത്തർക്കും അവിടെ ചെല്ലേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് ചിന്തകളിൽ നിന്ന് ചാടുന്ന പല കാര്യങ്ങളും പല രീതിയിലും ആളുകളെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകളെ അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാതെ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ അവസാനം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു കൃപാസനം പോലുള്ള വലിയൊരു മരിയൻ ഷ്രൈൻ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മാതാവിൻ്റെ പ്ലേസിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ സ്പ്രെഡ് ചെയ്യുക, ഇത് കുറേ കൂടി സ്പ്രെഡ് ചെയ്യുക, ആൾക്കാരിലേക്ക് എത്തിക്കുക. പറ്റുന്നവരങ്ങനെ ചെയ്യുക, ഇല്ലാത്തവരൊന്നും ചെയ്യേണ്ട, മിണ്ടാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ. അപ്പം ഒരിക്കലും നല്ലൊരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ഒരു നല്ലൊരു കൾച്ചറല്ല നമ്മളിങ്ങനെ നമ്മുടെ പരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന, അതിനുള്ളിൽ നിൽക്കുന്ന ആളുകൾ തന്നെ നെഗറ്റീവ് പറയുന്ന രീതി. അപ്പം കൃപാസനം കൊണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ നേടിയ ആളുകളുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉണ്ട്.
എല്ലാവരിലേക്കും ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ജോസഫ് അച്ഛനെ കുറിച്ച് ഒത്തിരി ചീത്തയായിട്ട് പറയുന്ന രീതിയിലൊക്കെ വീഡിയോസ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കുറേ സാമ്പത്തിക ലാഭത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ കുറേ ലൈക്സോ കമൻസോ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടോ മാത്രം ചെയ്യുന്ന കുറേ വീഡിയോസ് അല്ലേ, അതൊക്കെ ഒത്തിരി പേരിലേക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറയുന്നു. സോ നമ്മൾ എല്ലാവരും പല മതവിശ്വാസികളുണ്ട്, അവരുടെ ഐതിഹ്യങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. അതിനെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് പോകുമായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ അതിനുള്ളിലേക്ക് വിഷം കുത്തിവെച്ച് മതപരമായിട്ടുള്ള ഒരു ഒരു വിഷയങ്ങളുണ്ടാക്കി അത് ആസ്വദിക്കുക എന്ന് പറയുന്നത് വലിയൊരു നല്ല കാര്യമാണെന്ന് എനിക്കൊന്നും തോന്നുന്നല്ലോ. സോ ജോസഫത്തിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും എതിര് പറയുന്നവർ ഒരു പക്ഷേ അവർക്കൊരു ദിവസം അവിടെ എത്തേണ്ടതായിട്ട് വരുമെന്ന് എനിക്ക് മനസ്സിൽ തോന്നുകയാണ്. സോ ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്നവരാരും ഒരിക്കലും കൃപാസനത്തെക്കുറിച്ചൊരു രീതിയിലും നെഗറ്റീവ് പ്രചരിപ്പിക്കുകയോ അത് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മളുടെ രീതിയിൽ കമൻറ്റുകൾ പറയുകയോ അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കുകയോ ചെയ്യുക. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കൃപാസനത്തിൽ നിന്ന് കിട്ടിയ അവരനുഗ്രഹം കിട്ടിയ ആരും അത് കണ്ടിട്ട് നോക്കിയിരിക്കരുത് എന്നാണ് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴും നല്ല ചിന്തകളാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതും അതുപോലെ നല്ല പ്രവൃത്തികളുമാകട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതും. ഓക്കെ, നല്ലൊരു ചിന്തയോടുകൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സോ എൻ്റെ ഒരു ചിന്തയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഹാപ്പി ഡേ.